അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. നമ്മൾ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ സമൂസയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ചിക്കൻ ഫില്ലിംഗ് തന്നെയാണ് തയ്യാറാക്കുന്നത്. ആൽഫ്രഡോ ചിക്കൻ സമൂസയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആ ഒരു പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട, നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഈ ഒരു മസാല ഒന്ന് വഴറ്റിയെടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പാൽ ചേർക്കാനുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകും. പിന്നെ സൺഫ്ലവർ ഓയിലോട്ട് ആദ്യം വെളുത്തുള്ളി, പച്ചമുളക് കുറച്ചെടുത്താൽ മതി. പിന്നെ ബീൻസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, ക്യാരറ്റ്, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസാണ് ആദ്യം നമ്മൾ വഴറ്റിയെടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി. വല്ലാണ്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇതിലോട്ട് ഞാൻ ഉപ്പും കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. നമുക്ക് നോമ്പ് സമയത്ത് ഒരുപാട് മസാല കഴിക്കുമ്പോഴും എന്തോ പോലെയല്ലേ. പിന്നെ ഇതിലോട്ട് ചിക്കൻ ഫില്ലിംഗ് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പ്, കുരുമുളക് മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചിക്കൻ എന്തായാലും നമുക്ക് നോമ്പാകുമ്പോൾ ബാക്കിയൊക്കെ ഉണ്ടാവും, കറിയത്തെ ചിക്കന്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലോട്ട് പാൽ ചേർത്തിട്ടുണ്ട്. 1 കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 ടീസ്പൂണ് മൈദയും കൂടി ചേർത്തിട്ടുണ്ട്, ഒന്നുകൊണ്ട് കുറുകി വരാൻ വേണ്ടിയിട്ട്. വേറെ മസാലപ്പൊടികളൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ തിക്കായിട്ട് വരും. നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഗ്രേവി പരുവം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ചീസാണ്. ചീസിൻ്റെ സ്ലൈസ് അല്ലെങ്കിൽ മൊസറല്ല ചീസ് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓപ്ഷണലാണ്. ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കണം എന്നാണെങ്കിൽ, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കണമെങ്കിലാണെങ്കിൽ ചേർക്കുക കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത ശേഷം ഞാൻ ചീസിൻ്റെ സ്ലൈസ് കുറച്ച് മാത്രം ചീസ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ആ ഒരു പാലും മൈദയും കൂടിയുള്ള ഒരു കുറുകിയ ആ ഒരു ഇത് മതി കേട്ടോ ഇതിലോട്ടുള്ള ഫില്ലിങ്ങിനായിട്ട്. അപ്പം ചീസും കൂടി ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് കേട്ടോ. ഇനി ഈ ഒരു ഫില്ലിങ് നമുക്ക് സമൂസേൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് രാവിലെ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് നോമ്പ് തുറക്കാൻ നേരത്തെ വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടുപ്പൊന്നും തോന്നില്ല, കുറേ നമുക്ക് കഴിക്കാൻ തോന്നും. പിന്നെ അധികം സ്പൈസി അല്ല. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ആൽഫ്രഡോ ചിക്കൻ സമൂസ. അപ്പോൾ ഇനി സമൂസയുടെ ഷീറ്റ്സിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ സമൂസ മൈദമാവ് വെച്ചിട്ട് അങ്ങനെ പരത്തിയെടുത്തിട്ടും ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചീസ് ഒരുപാട് ചേർക്കണ്ട, കാരണം ഫ്രൈ ആക്കുമ്പം ചിലപ്പോൾ ചീസ് ചൂടാകുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മാത്രം, ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളത്, അത് മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ സമൂസ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ അല്ലാതെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഓവർ ചിക്കനല്ല, നിങ്ങൾ നോർമലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിക്കന് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഇട്ടില്ല, അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്കായ ശേഷം മാത്രം പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നോമ്പിന് ശരിക്കും നമ്മൾ എന്തെങ്കിലും റെസിപ്പി ട്രൈ ചെയ്തിട്ട് അത് അങ്ങോട്ട് ശരിക്കും പോലെ കിട്ടിയില്ല എന്നാണെങ്കിൽ ഭയങ്കര ടെൻഷനാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഓരോന്നും പറഞ്ഞു തരുന്നത്. സമൂസയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും, പക്ഷേ ഇതിൽ പാലും പാൽ ചേർക്കുമ്പോഴേ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കരുതെന്നൊക്കെ പറയാൻ കാരണം അതാണ്. വെളിച്ചെണ്ണയും പാലും കൂടി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ തന്നെ യൂസ് ചെയ്യുക കേട്ടോ വഴറ്റിയെടുക്കുന്നതിലോട്ട്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ മക്രോണി പാസ്ത ഒക്കെ ഉണ്ടാക്കുമ്പോൾ, വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇത് ഫ്രൈ ആക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എയർ ഫ്രയറിൽ ഇതെങ്ങനെയാണ് സമൂസ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത്. 180 ഡിഗ്രിയിൽ ഈ സമൂസേൻ്റെ മുകളിൽ 2 വശത്തും സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്നങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് 180 ഡിഗ്രിയിൽ ആദ്യം ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക. നോക്കുക കേട്ടോ, തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എയർ ഫ്രയറിൽ നമുക്ക് സമൂസ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത്ര ഒരു എന്താ പറയുക ലുക്ക് ഉണ്ടാവില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കാം. 180 ഡിഗ്രിയിൽ വെച്ചാൽ മതി. ആദ്യം 5 മിനിറ്റ് വെക്കുക, പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് എയർ ഫ്രയറിൽ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഒന്നുണ്ട് ഡാർക്കായി പോയി കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാണാനൊരു ഭംഗി ഒന്നുകൊണ്ട് കുറഞ്ഞു പോയി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സമൂസയുടെ കൂടെ എപ്പോഴും നല്ലൊരു സ്പൈസി ഗ്രീൻ ചട്നിയൊക്കെയാണ് ടേസ്റ്റ്. എനിക്ക് പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗ്രീൻ ചില്ലി സോസും റെഡ് സോസും, അതായത് ടൊമാറ്റോ കെച്ചപ്പുമാണ് ഇതിൽ കൂടെ സെർവ് ചെയ്യുന്നത്. അതും ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ മല്ലിയിലൊക്കെ വെച്ചിട്ടുള്ള ചട്നിയില്ലേ, പുതിന ചട്നി, മല്ലിയില പുതിന എല്ലാം കൂടി ഇട്ടുള്ളത്, അത് അല്ലെങ്കിൽ പച്ച തക്കാളി വെച്ചിട്ടുള്ള ചട്നി, അതാണ് ഇതിലോട്ട് ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. സമൂസ റെസിപ്പീസ് ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ബൈ.